നിങ്ങളൊരു ബിടെക് കഴിഞ്ഞ ആളാണെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് കേൾക്കുന്നുണ്ടാവും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാ സ്ഥലങ്ങളും ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IEO എന്ന പോസ്റ്റിലേക്ക് ഇത്തവണ നോട്ടിഫിക്കേഷൻ വന്നു. ഏപ്രിൽ മാസം നോട്ടിഫിക്കേഷൻ വന്നു. മെയ് 2 വരെ ആപ്ലിക്കേഷൻ ഡേറ്റില്ല. ഈ ഒരു പോസ്റ്റിലേക്ക് ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഓൾറെഡി കഴിഞ്ഞ തവണ എക്സാം നടത്തിയപ്പോൾ 2018 നോട്ടിഫിക്കേഷൻ വന്ന് ആ സമയത്ത് അപ്ലൈ ചെയ്തത് ഏകദേശം 44,000 പേരായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് കയറി 57 പേർക്ക് അങ്ങനെ അഡ്വൈസ് ഓൾറെഡി പോയിട്ടുണ്ട്. ഈ വർഷം ഡിസംബർ വരെയാണ് ആ ഒരു ലിസ്റ്റിൻ്റെ കാലാവധിയുള്ളത്. അപ്പോൾ ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് അടുത്ത ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ഇത്രയും നേരത്തെ തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടൈമിലല്ല, നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അതിനർത്ഥം നോട്ടിഫിക്കേഷൻ നേരത്തെ കഴിഞ്ഞു, അതിനനുസരിച്ച് തന്നെ എക്സാം നടത്തി അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സും മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നുള്ള രീതി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ ഒരു പോസ്റ്റിലേക്ക് ബിടെക് കഴിഞ്ഞ ആർക്കും അപ്ലൈ ചെയ്യാം. ബിടെക് നിങ്ങൾ ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര കാര്യം, നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ PSCൻ്റെ സൈറ്റിൽ പോയി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ നോക്കുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ പ്രൊഫൈൽ കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് മെയ് 2 വരെയാണ്. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാം. ഇനി ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ എല്ലാ എക്സാമിൻ്റെ സിനാരിയോ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ്സസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് പ്രോപ്പറായിട്ട് പഠിച്ച് പോയിട്ട് എക്സാം എഴുതണം. കാരണം ഓരോ എക്സാമും വളരെ വിലപ്പെട്ടതാണ്. ഈവൻ ഒരു വേക്കൻസി ആണെങ്കിൽ പോലും ഒരു വേക്കൻസിക്ക് വേണ്ടി നിങ്ങൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യണം. ഈ വരുന്ന 22 വൈകിട്ട് 7 മണിക്ക് എൻ്റെ ഒരു മാരത്തൺ ലൈവ് സീരീസ് നടത്താൻ പോവുകയാണ്. നമ്മുടെ റിയാസ് സാറും അമ്മു മിസ്സും ഷാജ് സാറും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ലൈവിനകത്തൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ ഡാറ്റയും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുന്നുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ചാനൽ വൈസ് അഡ്വൈസ്, അതായത് എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു എക്സാമിലേക്ക് കയറി പറ്റണം എന്നുള്ള കറക്റ്റ് സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു വെബിനാറിന് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. കാരണം ഈ രജിസ്ട്രേഷൻ നിങ്ങളുടെ ഭാവി മാറാൻ പോവാണ്. നമുക്കറിയാം, ഒരു എക്സാം കഴിഞ്ഞ് 3 വർഷമാണ്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വന്ന് 3 വർഷമാണ് ഈ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. ഈ എക്സാം ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാം കഴിഞ്ഞ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി ഡിസംബർ മാസം വരെ ഉണ്ട്. പക്ഷേ ഡിസംബർ മാസത്തിന് മുമ്പേ, നമ്മൾ ആ വാലിഡിറ്റി തീരുന്നതിന് മുമ്പേ ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നിങ്ങൾക്ക് MSME ലോൺ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കണം. അതായത് ഗവൺമെൻറ് സെക്ടറിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്ന സമയത്ത് അതിനുള്ള അനുവാദങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് ഭാഗമാകാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക്. അതായത് ഒരുപാട് എന്താ പറയുക, പ്രൊമോഷൻ ചാൻസുകളുള്ള പോസ്റ്റ്. ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറായി കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. അങ്ങനെ കയറി ഡയറക്ടർ പോസ്റ്റ് വരെ എത്താൻ പറ്റുന്ന IAS ലെവലുള്ള പോസ്റ്റാണ് ഡയറക്ടർ പോസ്റ്റ്. ആ പോസ്റ്റ് വരെ എത്താൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ. നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റാണ്. ഏകദേശം 50,000 മുതലാണ് ബേസിക് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. 50,000 മുതൽ 1,00,000 രൂപ വരെയാണ് സാലറി സ്കെയിൽ. അതായത് നിങ്ങളൊന്ന് ബിടെക് പഠിച്ചിറങ്ങി വിത്തിൻ 1 ഇയർ നിങ്ങൾ ഗവൺമെൻറ് സെക്ടറിൽ 50,000 രൂപ സാലറിയുള്ള ഒരു ജോലി സ്വന്തമാക്കാനുള്ള ഒരു ബെസ്റ്റ് ചാൻസാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെബിനാർ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യുക. ഏപ്രിൽ 22 വൈകിട്ട് 7 മണിക്കാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ഫോം കൊടുക്കാം. ആ ഫോമിന് നിങ്ങൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ പഠനം ആരംഭിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ എൻട്രിയുടെ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഒരു കമ്മ്യൂണിറ്റി, വാട്സാപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ഓൾറെഡി റണ്ണിംഗ് ആണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാ അപ്ഡേറ്റുകളും, ഈ എക്സാമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് പോകുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. കാരണം അതിനകത്ത് ഉണ്ടാകുന്ന എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എല്ലാ എന്താ പറയുക, എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങളോ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനോ ഇതുവരെ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, അതായത് PSC വഴി വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും അതിനകത്തേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, ഈ ഒരു വെബിനാറിന് അപ്ഡേറ്റ് എന്തായാലും രജിസ്റ്റർ ചെയ്യുക. ഏപ്രിൽ 22 വൈകിട്ട് 7 മണിക്കാണ്. മാരത്തൺ വെബിനാറാണ്. നമ്മുടെ റിയാസ് സാറും അമ്മു മിസ്സും ഷാജ് സാറും നമ്മുടെ കൂടെ ഉണ്ടാവും. താങ്ക് യു.